അരുളപ്പാടുകൾ ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഭയപ്പെടണം. നമ്മൾ ഈ 400 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകുന്നത് പ്രധാനമായും സ്നാപക യോഹന്നാനാണ്. നമുക്ക് ഈ സ്നാപക യോഹന്നാൻ്റെ ആ അരുളപ്പാട് ഒന്ന് വായിക്കാം. സ്നാപക യോഹന്നാനിലേക്ക് ദൈവവചനം എത്തിയതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് ലൂക്കാസ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത്. ആ വചനം നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തണം എന്ന് നമ്മളെ അത് ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് അതൊന്ന് വായിക്കാം. ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉച്ചത്തിൽ വായിക്കുക. തിബേരിയോസ് സീസറിന്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലയുടെയും അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാപ്പാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്കറിയായുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇത് സറ്റയറാണ്. സറ്റയർ. ഇവിടെ നിങ്ങൾ പേരുകൾ എണ്ണിക്കോ, ഓരോന്ന് 1, 2, 3, 4 എണ്ണിക്കോ. തിബേരിയോസ് സീസർ 1, പൊന്തിയോസ് പീലാത്തോസ് 2, ഹെറോദേസ് 3, ഫിലിപ്പോസ് 4, ലിസാനിയോസ് 5, അന്നാസ് 6, കയ്യാപ്പാസ് 7. 7 പ്രബലന്മാരുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. ആരാണ് 7 പ്രബലന്മാർ? 1, റോമ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി, യൂദയ പ്രദേശങ്ങളെ ഭരിക്കാൻ സാമന്ത രാജാവായ ഹെറോദേസ്. പിന്നീട് ഓരോ പ്രദേശങ്ങള് അപ്പൻ ഹെറോദേസിന്റെ മരണത്തിന് ശേഷം വിഭജിക്കപ്പെട്ട് ഓരോ പ്രോവിൻസുകളായി ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധിപന്മാര്, അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒരു വശത്ത്, മറുവശത്ത് അന്നാസും കയ്യാപ്പാസും. അന്നാസും കയ്യാപ്പാസ് AD 6 മുതൽ 15 വരെ യഹൂദ മതത്തെ നയിച്ചിരുന്ന അന്നാസ്, AD 18 മുതൽ 36 വരെ യഹൂദ മതത്തെ നയിച്ചിരുന്ന പ്രധാന പുരോഹിതനായ കയ്യാപ്പാസും. അപ്പോ മറുവശത്ത് മത നേതാക്കന്മാർ, ഒരു വശത്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മറുവശത്ത് റിലീജിയസ് ലീഡേഴ്സ്. ആ നാട്ടിലെ ടോപ്പ് ലീഡേഴ്സിന്റെ പേര് പറയുകയാണ്. ഈ ടോപ്പ് ലീഡേഴ്സ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവര് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സറ്റയറാണ്, ആക്ഷേപഹാസ്യമാണ്. മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട പുരോഹിതന്റെ മകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. We may have every chance to miss when God speaks. ദൈവം അരുളപ്പാട് തരുമ്പോ നമ്മൾ ഈ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് we have every chance to miss it. നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമുക്ക് ദൈവം പറയുമ്പോൾ അത് മിസ്സാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സറ്റയറാണിത്. മനസ്സിലായ? ആ നാട്ടിലെ പ്രോമിനന്റ് ആയ മെമ്പേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട്, ആ നാട്ടിലെ ടോപ്പ് ലീഡേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട്, ആ നാട്ടിലെ മുൻപന്തിയിൽ നിന്ന നേതൃനിരയെ ബൈപ്പാസ് ചെയ്തിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് നേരെ മരുഭൂമിയിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു താപസന്റെ അവന്റെ ഗുഹയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ വചനം കയറി ചെന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് അരുളപ്പാടുകൾ മിസ്സാവരുത്. മനസ്സിലായി? ഈ നാളുകളിൽ ദൈവം സംസാരിച്ചാൽ നമുക്കത് കേൾക്കാൻ പറ്റണം. ദൈവം എന്ത് പറയുന്നു അത് കേൾക്കാൻ പറ്റണം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കാൻ പറ്റണം. കേൾക്കാൻ പറ്റാതെ പോയാൽ ആ ജീവിതം വിലയില്ലാത്തതായിട്ട് മാറും. നിങ്ങൾ നോക്കിയോ, 1, 2, 3, 4, 5, 6, 7 ഈ ജീവിതങ്ങൾ ചരിത്രത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ട് എന്നതല്ലാതെ ഈ ജീവിതങ്ങൾ എല്ലാവരും 0 പോയിന്റിൽ തീർന്നു. അട്ടർ ഡിസാസ്റ്റർ, ഗംഭീര പരാജയം, വമ്പൻ പരാജയം. വലിയ ആളുകളായിരുന്നു, ഒരു കാര്യമില്ല. ദൈവം സംസാരിക്കുമ്പോ കേൾക്കാൻ പറ്റണം. പണം ഉണ്ടായിട്ട് കാര്യമില്ല. അംഗബലം, ആയുധബലം, കായിക ബലം, രാഷ്ട്രീയ ബലം, സ്വാധീനം, ഒരു കാര്യമില്ല. ഇന്ന് നിന്റെ ദൈവം സംസാരിക്കുമ്പോ നീ കേൾക്കുമോ? മറ്റൊരു കാര്യം കൂടെ നമ്മളെ ഭയപ്പെടുത്തണം. യേശു 1ാമത് വന്നപ്പോൾ അന്നത്തെ മതത്തിലെ മുൻനിര ഭക്തന്മാർക്ക് ആ 1ാം വരവിൽ വന്ന ദൈവത്തെ മിസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പേടിക്കണം. അവൻ 2ാമത് വരുമ്പോ ഈ മുമ്പിൽ നിൽക്കുന്ന നമ്മള് അവനെ തിരിച്ചറിയുവോ, കാണുവോ, അറിയുവോ? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നമ്മൾ ഭക്തരാണെന്നും വിശ്വാസികളാണെന്നും നമ്മളെല്ലാം തികഞ്ഞെന്നും ഞാൻ നല്ലൊരു വാക്ക് പറഞ്ഞിരുന്നു. എന്താണ്? അലംഭാവം. ഈ ഒരു ധാരണ നമുക്ക് നഷ്ടപ്പെടുത്താൻ പോകുന്നത് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്വരമാണ്.